ഹലോ എവരിവൺ, എൻ്റെ പേര് ഡോക്ടർ ഇബ്രാം. എൻ്റെ പേര് ഡോക്ടർ ശാലീന. ഞങ്ങൾ ഇക്ര ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി ഡോക്ടേഴ്സാണ്. ഇന്ന് ജൂലൈ 15 ഇന്നാണ് വേൾഡ് പ്ലാസ്റ്റിക് സർജറി ഡേ. പ്ലാസ്റ്റിക് സർജറി നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും പല ആൾക്കാർക്കും പ്ലാസ്റ്റിക് സർജറി എന്താണ്, അതിന് സ്കോപ്പ് എന്താണ്, എന്തെല്ലാം കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അറിയില്ല. നമ്മുടെ ഇന്ത്യയിലാണല്ലോ മാഡം പ്ലാസ്റ്റിക് സർജറി തുടങ്ങിയത്. അതെ, സുശ്രുത എന്ന ആയുർവേദ വൈദ്യനാണ് ആദ്യമായിട്ട് മൂക്ക് മുറിച്ച ആൾക്ക് നെറ്റിയിലെ തോല് കൊണ്ട് മൂക്കുണ്ടാക്കിയിട്ട് പ്ലാസ്റ്റിക് സർജറി തുടങ്ങിയത്. അയാളെയാണ് നമ്മൾ പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. അതെ, നമ്മൾ പ്ലാസ്റ്റിക് സർജറി പറഞ്ഞാൽ പല ആൾക്കാർ എപ്പോഴും നമ്മളെ ബ്യൂട്ടിഫിക്കേഷൻ സർജറി, ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്ന സർജറീസ്, ഒരുപാട് പൈസ ഉള്ള ആൾക്കാർ ചെയ്യുന്ന, ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റാത്ത സർജറിയാണെന്ന് ആൾക്കാർ എപ്പോഴും വിചാരിക്കുന്നത്. പക്ഷെ അത് ശരിക്കും അതല്ല, അല്ലേ? അങ്ങനെയല്ല. പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് വിഭാഗമുണ്ട്. ഭംഗി കൂട്ടുന്ന ഒരു വിഭാഗം, പിന്നെ നമ്മൾക്ക് റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറഞ്ഞാൽ വളരെ മേജറായിട്ടുള്ള മുറിവുകളും ചതവുകളും പറ്റിയാൽ അതിനെ തിരുത്താനും അത് നന്നാക്കി ചെയ്യാനുമുള്ള വേറൊരു വിഭാഗം. അതെ, അപ്പോൾ നമുക്ക് ഈ ഒരു ദിവസത്തിൽ നമുക്ക് പ്ലാസ്റ്റിക് സർജറി പറ്റി അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മാഡം പറഞ്ഞ കോസ്മെറ്റിക് സർജറി ഉണ്ട്, റീകൺസ്ട്രക്റ്റീവ് സർജറി ഉണ്ട്. നമുക്കതിൽ ബ്രീഫ്ലി ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതെന്താണ്, എന്തെല്ലാം ചെയ്യാൻ പറ്റും, എന്തെല്ലാം നമ്മൾ പ്ലാസ്റ്റിക് സർജറിൻ്റെ പെർവ്യൂവിൽ വരും, എന്തെല്ലാം ചെയ്യാൻ പറ്റും, നമുക്ക് ബ്രീഫ്ലി ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ നമുക്ക് ആദ്യം കോസ്മെറ്റിക് സർജറി പറ്റി ഡിസ്കസ് ചെയ്യാം. മാഡം ഒന്ന് ബ്രീഫായിട്ടൊന്ന് ഓരോ ഏരിയകളായിട്ട് മാഡം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ കോസ്മെറ്റിക് സർജറി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അടിതൊട്ട് മുടി വരെ നമ്മൾക്കെല്ലാം ചെയ്യുന്ന ഒരു എല്ലാത്തിനും ഭംഗി കൂട്ടാനുള്ള ഒരു സർജറിയാണ് കോസ്മെറ്റിക് സർജറി. അപ്പോൾ മുടിയില്ലാത്തവർക്ക് മുടി വെക്കുന്നത്, പിന്നെ കണ്ണ് തൂങ്ങിയവർക്ക് കണ്ണിൻ്റെ അടിയിലുള്ള പോളകൾ ഇതാക്കുന്നത്, നെറ്റിയിൽ ചുളിവ് വന്നിട്ടുണ്ടെങ്കിൽ ആ ചുളിവുകൾ തിരുത്താൻ ഒന്നുകിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാതെ ബോട്ടോക്സ് ഇഞ്ചെക്ഷൻ അങ്ങനെ ഉള്ള ഇഞ്ചെക്ഷൻ ചെയ്യാം. കവിളുകളൊക്കെ പ്രായമായിട്ട് തൂങ്ങി തുടങ്ങിയാൽ അവിടെ ഫില്ലേഴ്സോ അങ്ങനെ അത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സർജറി ഉപയോഗിച്ച് ഫേസ് ലിഫ്റ്റ്സ് ഉപയോഗിച്ച് മുഖത്തെ ചുളിവുകളെല്ലാം ശരിയാക്കാം. പിന്നെ ചെവിക്ക് എന്തെങ്കിലും അപാകതയുള്ളവർക്ക് ഓട്ടോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ചെവി നിർമ്മിച്ച് തന്നെ കൊടുക്കാനും പ്ലാസ്റ്റിക് സർജറി കാരണം കഴിയും. പിന്നെ ഇനിയിപ്പോൾ കഴുത്തിൽ തോല് തൂങ്ങിയതാണെങ്കിലും അതും നമുക്ക് ശരിയാക്കാൻ പറ്റും. പിന്നെ താഴോട്ട് വരികയാണെങ്കിൽ ബ്രസ്റ്റിനൊക്കെയുള്ള ചില കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് ബ്രസ്റ്റ് വരുന്ന ഒരു ഗൈനക്കോമാസ്റ്റിയ എന്ന ഒരു ഇതുണ്ട്. അതിനും നമുക്ക് പ്ലാസ്റ്റിക് സർജറി കൊണ്ട് ബ്രസ്റ്റ് ഇല്ലാതാക്കാനും, പിന്നെ ചെറിയ പെൺകുട്ടികൾക്ക് ഒരു സൈഡിൽ ബ്രസ്റ്റ് വരാത്ത എന്തെങ്കിലും അങ്ങനത്തെ അപാകതകളുണ്ടെങ്കിൽ അത് പ്ലാസ്റ്റിക് സർജറിയോടെ ബ്രസ്റ്റ് വെച്ച് കൊടുക്കാനും അങ്ങനെ ഉള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. വയറ് കൂടുന്നവർക്ക് വയറ് കുറയ്ക്കാനും, തടിയുള്ളവർക്ക് കൊഴുപ്പ് വലിച്ചെടുത്ത് കൊഴുപ്പ് കുറച്ച് ഭംഗി കൂട്ടാനും, അങ്ങനെ അടി തൊട്ട് മുടി വരെ ഉള്ള എല്ലാ അവയവങ്ങൾക്കും ഭംഗി കൂട്ടാനുള്ള ഒരു സർജറിയാണ് കോസ്മെറ്റിക് വിഭാഗത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പല സ്ത്രീകൾക്കും ബ്രസ്റ്റിൻ്റെ വലിപ്പം കൂടിയിട്ട് നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ തന്നെ കുറേ ആൾക്കാർ നമ്മൾ മുന്നോട്ട് വരാറില്ല, അവർ നാണം കൊണ്ടും മടി കൊണ്ടും മുന്നോട്ട് വരുന്നില്ല. പക്ഷെ പല ബ്രസ്റ്റിൻ്റെ വലിപ്പം കൂടിയിട്ട് അവർക്ക് ബാക്ക് പെയിനും നെക്ക് പെയിനൊക്കെ അനുഭവപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഫാമിലിയിൽ പല സ്ത്രീകൾ നമുക്ക് തന്നെ അറിയാം. അത് ബ്രസ്റ്റിൻ്റെ വലിപ്പം കുറയ്ക്കാനുള്ള ഒരു ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി തന്നെ. ഈ തരത്തിലുള്ള സർജറീസ് എല്ലാം പ്ലാസ്റ്റിക് സർജറി ചെയ്യും. ഇതെല്ലാം കോസ്മെറ്റിക് സർജറിയാണ്. പക്ഷേ ഇതൊക്കെ അതൊക്കെ വലിയ പൈസ ആൾക്കാർ ചെയ്യുന്ന സർജറി, ഇതൊക്കെ സാധാരണക്കാർ, നമ്മുടെ ഒരു കോമൺ മാൻ ചെയ്യുന്ന സർജറിയാണ്. ഇതൊക്കെ പ്ലാസ്റ്റിക് സർജൻ ചെയ്യാൻ എക്വിപ്ഡ് ആയിട്ടും ട്രെയിൻഡ് ആയിട്ട് സർജറി ചെയ്തതല്ല, അല്ലേ മാഡം? അതുപോലെ തന്നെ വേറൊരു വിഭാഗമാണ് റീകൺസ്ട്രക്റ്റീവ് സർജറി. അതെ, റീകൺസ്ട്രക്റ്റീവ് സർജറി തന്നെ ഒരുപാടുണ്ട്, അല്ലേ? നമുക്കത് വേണമെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് ഡിസ്കസ് ചെയ്യാം, അല്ലേ? ഇപ്പോൾ റീകൺസ്ട്രക്റ്റീവ് സർജറി നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ഒരുപാട് കാണുന്ന ഒരു ഏരിയ ആണ് ഹാൻഡ് സർജറി. അപ്പോൾ ഹാൻഡ് ട്രോമ, കൈക്ക് പരിക്ക് പറ്റുന്നത് കോമൺ ആണ്. ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ഒരു പരിക്ക് പറ്റുന്നത് നമ്മൾ കൈയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഫിംഗർ സർജറി, വിരലുകൾക്ക് പരിക്ക് പറ്റിയാൽ, വണ്ടി ആക്സിഡന്റ് പറ്റി വിരൽ ഒടിഞ്ഞു പോയാൽ, കട്ടായിട്ട് വിരൽ അറ്റ് പോയാൽ തന്നെ നമുക്ക് വിരൽ തിരിച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്. അത് കൂടാണ്ട് തന്നെ നമ്മുടെ വണ്ടി ആക്സിഡൻറ്റ്, ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാരാണ്, എല്ലാവർക്കും വണ്ടികളുണ്ട്, എല്ലാവരും നല്ല സ്പീഡിൽ വണ്ടികൾ ഓടിക്കും. അവർക്ക് പരിക്കും കാര്യങ്ങൾ പറ്റും. പല പിള്ളേർ മാത്രം പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ പോലും കയ്യിൽ എല്ലൊടിഞ്ഞ്, കാലിൽ എല്ലൊടിഞ്ഞ്, അവരെ ദശയൊക്കെ ചതഞ്ഞ് നമ്മുടെ വിഭാഗത്തിൽ വരും. അപ്പോൾ അത് നമ്മൾ അസ്ഥിരോഗ വിഭാഗത്തിന് ഡോക്ടർമാരെ കൂടെ ചേർന്ന് അവരുടെ തിരിച്ച് റീഹാബിലിറ്റേഷൻ, മുറിവുണക്കി നമ്മൾ ദശ വെച്ച് അല്ലെങ്കിൽ തൊലി വെച്ച് അവരുടെ തിരിച്ച് മുറിവുണക്കി അവരെ തിരിച്ച് പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് അവർ തിരിച്ച് അവരുടെ അതിലേക്ക് ലൈവ്ലിഹുഡ് തിരിച്ച്
കൊണ്ടുപോകുന്ന സർജറി കൂടിയുണ്ട് പ്ലാസ്റ്റിക് സർജറി. നമ്മൾ ഓർത്തോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയും അല്ലേ, അതായത് ഓർത്തോടെ കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യുന്ന സർജറിയാണ് ഓർത്തോപ്ലാസ്റ്റിക് സർജറി. റിപ്പയർ ചെയ്യാനും അതെ 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 തുന്നിച്ചേർക്കാനും ഒക്കെ നമ്മൾ അതെ കട്ടായി പോയ രക്തക്കോയിൽ കട്ടായി പോയ ഞരമ്പുകൾ എല്ലാം തുന്നിച്ചേർക്കാനുള്ള ഒരു സംവിധാനം പ്ലാസ്റ്റിക് സർജറിയിലുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ പല പിള്ളേരും വരുന്നുണ്ട് പൊള്ളിയിട്ട് പൊള്ളലായിട്ട് അവർ പിള്ളേർ വീട്ടിൽ കളിക്കുന്നു, ചിലപ്പോൾ അവർ വെള്ളം ചൂടുള്ളവരെ മേത്ത് വീഴുന്നു, അങ്ങനത്തെ ബേൺസും അത് മാഡം അതിൽ ട്രെയിൻഡുമാണ്. മാഡം പഠിച്ച സ്ഥലങ്ങൾ ബേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അപ്പോൾ മാഡത്തെ അതിനെ പറ്റി മാഡത്തെ എന്താ പറയുക, ബേൺ സർജറി പറ്റി മാഡത്തെ എന്താ പറയാനുള്ളത്? ബേൺസ് നമ്മൾ തുടക്കം പൊള്ളി ആദ്യത്തെ സമയം തൊട്ട് പിന്നീട് പേഷ്യൻ്റ് റിക്കവർ ചെയ്ത് പോകുന്നത് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ കൂടെയുണ്ട്. ആദ്യം നമുക്ക് മരുന്നുകൾ അപ്ലൈ ചെയ്യുന്നതും പിന്നെ ബേൺ വൂണ്ട് ട്രീറ്റ് ചെയ്യുന്നതും അതിനിപ്പം പലതരം പുതിയ സംവിധാനങ്ങളുണ്ട്. കൊളാജൻ ഷീറ്റ്സ് കിട്ടാനുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് മുറിവുകളൊക്കെ വേഗം ഉണക്കിയെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പേഷ്യൻറ്റിന് ഒരുവിധം ഉണക്കമായി ഉണങ്ങാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെ തോല് വെച്ച് പിടിപ്പിച്ച് അതിന് ഉണക്കം വേഗമാക്കാനുള്ള സർജറികളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് അതെല്ലാം ഉണങ്ങി ചില സമയത്ത് ആ മുറിവുകളൊക്കെ ചുക്കിച്ചുളിഞ്ഞ പോലെ ആയിക്കഴിഞ്ഞാൽ അത് പോക്കി അത് നന്നാക്കി കാണാൻ ഒരുവിധം നല്ല വിധത്തിലാക്കി കൊടുക്കാനുള്ള സർജറികളും പിന്നെ അവയവങ്ങൾ യൂസ് ചെയ്യാൻ ഇപ്പോൾ ജോയിൻസ് ഒക്കെ ചില സമയത്ത് ചേർന്ന് പോയ മാതിരി ഉണ്ടാകുമ്പോൾ അത് നീളം വെച്ച് അത് യൂസ് ചെയ്യാൻ പാകത്തിലാക്കി കൊടുക്കുന്ന സർജറീസും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഇതുകൂടാണ്ട് ക്യാൻസർ നമുക്ക് എവിടെ വേണമെങ്കിലും വരാം. നമ്മുടെ ഈ ക്യാൻസർ മുറിച്ച് മാറ്റി കഴിയുമ്പോൾ ക്യാൻസർ കൊണ്ട് ഉണ്ടാകുന്ന ഡിഫക്റ്റ്, അപ്പോൾ അത് മുഖത്താകാം, സ്ത്രീകൾ ബ്രസ്റ്റ് ക്യാൻസർ സർജറി ചെയ്ത് മാറലാകാം. ഇത്തരത്തിൽ ഡിഫക്റ്റുകൾ പോലും നമുക്ക് പ്ലാസ്റ്റിക് ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമുക്കത് ആളുടെ പേഷ്യൻ്റ് പ്രീവിയസ് ഒരു ഫോമും ഫംഗ്ഷനും നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ മാഡം? ഇതിലൂടെ തന്നെ മാഡം നമുക്ക് അല്ലേ ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി ഒരു ആളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ജീവിത മൂല്യം കൂട്ടുന്ന ഒരു സ്പെഷ്യാലിറ്റി ആണെന്ന് തന്നെ പറയാം. അത് വളരെയധികം വാസ്റ്റാണ്. എന്നാലും നിങ്ങൾക്ക് ഒരുവിധം ഇതിനെപ്പറ്റി ഒരു ഐഡിയ തരാൻ പറ്റിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. താങ്ക് യു.